എല്ലാവർക്കും നമസ്കാരം. സനൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് ലേൺ വിത്ത് സനു മിസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തിനാണ് സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDPയുടെ നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കണം. അപ്പം നമ്മൾ കുറേ പേർക്കൊക്കെ ഇപ്പം എല്ലാ കോഴ്സിനൊക്കെ നല്ല പൈസയൊക്കെ ആവുമല്ലോ. അപ്പം അങ്ങനെ ഒത്തിരി പൈസ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് CDPO എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ വീട്ടിലെ തിരക്കുകളുണ്ട്, ജോലിക്ക് പോകുന്ന തിരക്കുകളുണ്ടൊക്കെ നമുക്ക് സ്ഥിരമായിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴോ വേറെ ആപ്പൊന്നും ഉപയോഗിക്കാതെ യൂട്യൂബ് എടുത്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടയ്ക്ക് ഇവിടെ വരാം. നമ്മൾ ഈ പറയുന്ന CDPയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് 196/2020 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ, CDPO നോട്ടിഫിക്കേഷനാണ്. അതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് റിലേറ്റഡ് ടു സ്കൂൾ ഓഫ് സൈക്കോളജി. അപ്പോൾ അതെല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ അത് അമർത്തണമെങ്കിൽ അത് അമർത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യണം. അപ്പം സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ എക്സാം വരെ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊരു സീരീസാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. നമ്മളിപ്പം സോഷ്യൽ വർക്ക് പഠിച്ച കുട്ടികളാണെങ്കിൽ, സൈക്കോളജി പഠിച്ച കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ളൊരു ഭാഗമായിരിക്കും സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CDPO എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇത്തിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് 196/2020 എന്ന് പറയുന്ന കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? CDPO നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, വായിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്കൂൾ ഓഫ് സൈക്കോളജി, ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് സജസ്റ്റ് ദാറ്റ് ഓൺലി observable overt activities that can be measured scientifically should be studied by psychology. അപ്പോൾ എന്താണ്, നമ്മൾ ഒബ്സർവബിൾ ആയിട്ടുള്ള overt ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂൾ ഓഫ് സൈക്കോളജി ഉണ്ട്. അത് ഏതാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫങ്ഷണലിസം ഉണ്ട്, സ്ട്രക്ചറലിസം ഉണ്ട്, ബിഹേവിയറിസം ഉണ്ട്, ഹ്യൂമനിസം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. Behavioral school of psychology is based on the premise that scientific psychology should focus on the study of observable and measurable behavior rather than internal mental processes. നമ്മൾ കോഗ്നിഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൽ നമ്മൾ പറയും ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഇന്റേണൽ പ്രോസസ്സ് ഒന്നല്ല സൈക്കോളജിയിൽ പഠിക്കാൻ പറ്റുന്നത്. സൈക്കോളജിയിൽ പഠിക്കാൻ പറ്റുന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള, ഒരു കുട്ടി എന്തെങ്കിലും തല്ലി പൊട്ടിക്കുന്നു, അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത്തരം ഒവേർട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനെ മാത്രമാണ് നമ്മൾക്ക് എന്തിൽ പഠിക്കാൻ പറ്റുള്ളൂ, സൈക്കോളജിയിൽ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ബിഹേവിയറൽ സ്കൂൾ ഓഫ് സൈക്കോളജി. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നു, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സിനെ അല്ല നമ്മൾ സൈക്കോളജിയിൽ പഠിക്കേണ്ടത്. ഒബ്സർവബിൾ ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കേണ്ടത് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ഏതാണ്? ബിഹേവിയറൽ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബിഹേവിയറിസം ആരൊക്കെയാണ് അതിൻ്റെ പ്രൊപ്പണൻസ് എന്ന് ചോദിച്ചാൽ ജോൺ ബി വാട്സണും സ്കിന്നറും ആണ്. ജോൺ ബി വാട്സൺ ആൻഡ് സ്കിന്നർ, ഇവർ രണ്ടുപേരുമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ബിഹേവിയറിസത്തിൻ്റെ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത്. ഫങ്ഷണലിസത്തിൻ്റെ പ്രൊപ്പണൻ്റ് ആരാ? വില്യം ജെയിംസ് ആണ്. സ്ട്രക്ചറലിസം ആരാ? വില്യം വൂണ്ട്, എഡ്വേർഡ് ടിഷ്നറൊക്കെയാണ് സ്ട്രക്ചറലിസം വരുന്നത്. ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ആരാ? കാൾ റോജേഴ്സും അബ്രഹാം മോസ്ലോയും. ഇത്രയെങ്കിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. വില്യം ജെയിംസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ഫങ്ഷണലിസം വില്യം ജെയിംസ്. സ്ട്രക്ചറലിസം വൂണ്ട് ടിഷ്നർ വൂണ്ടുമാണ് സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. ബിഹേവിയറിസം ആരാണ്? വാട്സണും സ്കിന്നറും ആണ് ബിഹേവിയറിസം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഹ്യൂമനിസ്റ്റുകളായിട്ടുള്ളവരാരാണ്? കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും. മാറിപ്പോകരുത്, വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസത്തിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. വില്യം ജെയിംസ് ആണ്.
ബിഹേവിയറിസത്തിന്റെ പ്രൊപ്പണൻസ് എന്ന് പറയുന്നവരാരാ? സ്കിന്നറും വാട്സണും ആണ് എന്ത് ബിഹേവിയറിസം. അപ്പോൾ സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ടതാരാ? വില്യം വൂണ്ട്. അതായത് ലോകത്തിലെ ആദ്യത്തെ ലബോറട്ടറി ഒക്കെ തുറന്നത് വില്യം വൂണ്ടാണ്. അതിന്റെ ക്വസ്റ്റ്യൻ താഴെ വരുന്നുണ്ട്, അപ്പോൾ നമുക്കത് നോക്കാം. ടിഷ്ണറും സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഹ്യൂമനിസ്റ്റുകളെ നമ്മൾക്കറിയാം, കാൾ റോജേഴ്സ് അല്ലേ, നമ്മളുടെ എന്താണ് ക്ലൈന്റ് സെന്റേർഡ് അപ്രോച്ച് അല്ലെങ്കിൽ ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി ഒക്കെ കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ്. അതുപോലെ തന്നെ അബ്രഹാം മാസ്ലോ, നമ്മൾക്കറിയാം എന്താണ് മോട്ടിവേഷന്റെ തിയറി കൊണ്ടുവന്ന അബ്രഹാം മാസ്ലോ. ഇപ്പം ഇവരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊപ്പണൻസ് എന്ന് പറയുന്നത്. ഫങ്ഷണലിസം വില്യം ജെയിംസ്, ഫങ്ഷണലിസം വില്യം ജെയിംസ്, സ്ട്രക്ചറലിസം രണ്ട് പേരാണ്, വൂണ്ട് ടിഷ്ണർ. ബിഹേവിയറിസം ആരൊക്കെയാണ്? വാട്സൺ ആൻഡ് സ്കിന്നർ, ഇവർ രണ്ടുപേരാണ് ബിഹേവിയറിസം. ഹ്യൂമനിസ്റ്റിക് സ്കൂളിൽ ആരൊക്കെയാണ് വരുന്നത്? അബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ്. ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടിഷ്ണർ ഏത് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നതാണെന്ന് ചോദിക്കാറുണ്ട്. വില്യം വൂണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് കേരള PSCയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതൊന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. ഇനി നമുക്ക് സ്കൂൾ ഓഫ് സൈക്കോളജിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, സ്ട്രക്ചറലിസം എൻ്റെ നാവൊന്ന് കുഴഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ട രണ്ടാൾക്കാർ ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്? വില്യം വൂണ്ടും ടിഷ്ണറും. ഈ രണ്ടാൾക്കാരെ മറന്നു പോകരുത്. ഓക്കെ, വില്യം വൂണ്ട് എന്താണ്, സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറഞ്ഞിരിക്കണേ നോക്കാം. സൈക്കോളജി ഷുഡ് ഫോക്കസ് ഓൺ അനലൈസിങ് ദ കണ്ടന്റ്സ് ഓഫ് കോൺഷ്യസ്നസ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻസ് ഇറ്റ്സ് ബേസിക് എലമെന്റ്സ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ കണ്ടന്റ്, അനലൈസിങ് ദ കണ്ടന്റ് ഓഫ് കോൺഷ്യസ്നസ് എന്തിനാണ്? ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേർന്നാലാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഈ സ്ട്രക്ചർ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ പഠിക്കുന്ന ആ ഒരു വിഭാഗമാണ് സ്ട്രക്ചറലിസം. അപ്പോൾ സ്ട്രക്ചർ എന്നുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ബേസിക് എലമെന്റ്സ് എന്താണ്, കോൺഷ്യസ്നെസ്സിൻ്റെ ബേസിക് എലമെന്റ്സ് എന്താണ്, ആ എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പഠിക്കുന്ന സ്കൂൾ ഓഫ് തോട്ടാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. Okay, while Wundt is often listed as the founder of structuralism, he never actually used the term. ഏതാ ഈ പറയുന്ന ടേം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ടേം ആക്ച്വലി പുള്ളി ഉദ്ദേശിച്ചിട്ടില്ല. ആരാ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്? ആരാ? ടിഷ്ണറാ. അപ്പം അത് നമ്മൾ ഓർത്തിരിക്കണം. വൂണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്? സ്ട്രക്ചറലിസം ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും സ്ട്രക്ചറലിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇവിടേക്ക് ആയിരിക്കും നോക്കണം കേട്ടോ, എനിക്കിപ്പോഴും ക്യാമറ ഇങ്ങനെ ഫോക്കസ് ആയിട്ടില്ല. എന്നാലും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ആകാശത്തൊക്കെ നോക്കി ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ട് സ്റ്റിൽ. ഓക്കെ, അപ്പോൾ വൂണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്? സ്ട്രക്ചറലിസം ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഫൗണ്ടർ ഓഫ് സ്ട്രക്ചറലിസം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം എന്ത് ഉപയോഗിച്ചിട്ടില്ല? സ്ട്രക്ചറലിസം എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ആരാണ് ആ വാക്ക് ഇൻവെന്റ് ചെയ്തത്? എഡ്വേർഡ് ടിഷ്ണറാ. ആരാ? എഡ്വേർഡ് ടിഷ്ണറാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഈ സ്ട്രക്ചറലിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്താണെന്നുള്ളത് ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ, കേരള PSCയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. നാക്ക് പിന്നെ കുഴയുന്നു. സ്ട്രക്ചറലിസ്റ്റുകൾ അല്ലേ, സ്ട്രക്ചറലിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളത് ഇൻട്രോസ്പെക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് സ്ട്രക്ചറലിസ്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. A method in which trained individuals report in detail on their conscious experiences in response to specific stimuli. അപ്പോൾ പെർട്ടിക്കുലർ സ്പെസിഫിക് സ്റ്റിമുലി ആയി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസിനെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രൊപ്പണൻസ് ആരാണ്? വൂണ്ട് ഉണ്ട്, ടിഷ്ണർ ഉണ്ട്. വൂണ്ടിനെയാണ് ഫൗണ്ടർ ഓഫ് സ്ട്രക്ചറലിസം എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ആ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കലും ആ വേർഡ് ഉപയോഗിച്ചിട്ടില്ല. വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ആരാ? എഡ്വേർഡ് ടിഷ്ണർ ആണ് ആ വേർഡ് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തത്, മറന്നു പോകരുത്. ഇവർ ഉപയോഗിച്ചിരുന്ന ആ പെർട്ടിക്കുലർ മെത്തേഡ്, പഠനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന പെർട്ടിക്കുലർ മെത്തേഡിന്റെ പേരാണ് ഇൻട്രോസ്പെക്ഷൻ. മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ കേരള PSCയിൽ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, സ്ട്രക്ചറലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്നൊക്കെ മറന്നുപോയി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച ഓർമ്മയിലാണ് പറയുന്നത്. മെത്തേഡ് ഇൻ വിച്ച് ട്രെയിൻഡ് ഇൻഡിവിജ്വൽസ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലി ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ കോൺഷ്യസ് എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻട്രോസ്പെക്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ബേസിക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. ഇനി
ഫങ്ഷണലിസമായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേരെന്താ പറയുന്നത്? വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അദ്ദേഹം എന്താ പറയുന്നത്? സൈക്കോളജി ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഫങ്ഷൻ ആൻഡ് പർപ്പസ് ഓഫ് കോൺഷ്യസ്നെസ് റാദർ ദാൻ ഇറ്റ് സ്ട്രക്ചർ. അവിടെ പറഞ്ഞു സ്ട്രക്ചർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഫങ്ഷണലിസത്തിലോട്ട് വന്നപ്പോൾ പറയാണ് സ്ട്രക്ചർ മാത്രം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആ സ്ട്രക്ചർ കൊണ്ട് എന്തെങ്കിലും ഫങ്ഷനിങ് നടക്കുന്നുണ്ടോ, ആ ഫങ്ഷൻ എന്തൊക്കെയാണ്, ആ കോൺഷ്യസ്നെസ്സിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് എന്തിൽ വരിക? ഫങ്ഷണലിസത്തിൽ വരിക. കോൺഷ്യസ്നെസ് ഈസ് യുണീക്ലി ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് മസ്റ്റ് സെർവ് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അത് ആർക്ക് മാത്രമുള്ളതാണ്? മനുഷ്യന് മാത്രമുള്ളതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം അതിന് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് സൈക്കോളജിയിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ് വില്യം ജെയിംസ് പറയുന്നത്. James and other functionalists focused on understanding the functions of consciousness, how it helps human beings cope up with challenging and changing world around. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ചലഞ്ചിങ് ആയിട്ട് നമുക്ക് വിഷമങ്ങൾ വരും, സങ്കടങ്ങൾ വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ മൈൻഡിനെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള പഠനമാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. ഫങ്ഷണലിസ്റ്റുകൾ ഇൻവെസ്റ്റിഗേറ്റ് പാറ്റേൺസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ, ദ എഫക്റ്റീവ്നെസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ്, ബിഹേവിയറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സെക്സസ് ഒക്കെ പഠിച്ചിരുന്നതാണ് ആര്? സ്ട്രക്ചറലിസ്റ്റുകൾ എന്ന് പറയുന്നത്. വില്യം ജെയിംസിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് 1890 അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേരാണ്, വില്യം ജെയിംസിന്റെ ബുക്കിന്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് എന്താണ്? സ്കൂൾസ് ഓഫ് തോട്ടാണ്. സ്ട്രക്ചറലിസത്തിൽ നമ്മൾ പറഞ്ഞു ബേസിക് എലമെന്റ്സ്, കോൺഷ്യസ്നെസ്, മൈൻഡിന്റെ ബേസിക് എലമെന്റ്സ് എന്താണ്, അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ് എന്തിൽ നമ്മൾ സ്ട്രക്ചറലിസത്തിൽ പറഞ്ഞത്. സ്ട്രക്ചറലിസത്തിൽ രണ്ടുപേരെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, വൂണ്ടും ഉണ്ട് അതുപോലെ തന്നെ ടിഷ്ണറും ഉണ്ട്. വൂണ്ടിനെയാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന് അറിയപ്പെടുക. പക്ഷെ അദ്ദേഹം ആ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? അദ്ദേഹം ആ വേർഡ് ഉപയോഗിച്ചിട്ട് പോലുമില്ല. ആരാ വേർഡ് ഉപയോഗിച്ച ആള്? ടിഷ്ണറാണ് സ്ട്രക്ചറലിസം എന്ന വേർഡ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഫങ്ഷണലിസത്തിൽ നമ്മൾ എന്താ പറയുക? ഫങ്ഷണലിസത്തിൽ നമ്മൾ പറയുന്നത് സ്ട്രക്ചർ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾക്ക് ഈ മൈൻഡ് ഉണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്, അതുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്കുണ്ടാവും, എന്തെങ്കിലും ഒരു ഫങ്ഷൻ നമ്മൾക്കുണ്ട്. ആ ഫങ്ഷനാണ് നമ്മൾ സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടാണ് ഫങ്ഷണലിസം എന്ന് പറയുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് വില്യം ജെയിംസ് എന്നാണ്. എന്താണ്? വില്യം ജെയിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വില്യം ജെയിംസ് എഴുതിയ ഒരു ബുക്കിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആരാണ് ഓതർ? വില്യം ജെയിംസ് ആണ്. വർഷം ഏതാണെന്നറിയുമോ? 1890. മറന്നു വരുന്നത് 1890 പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? അദ്ദേഹം ഫങ്ഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് സൈക്കോ അനലിറ്റിക്കൽ സ്കൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യങ് എന്നാണ് പറയുക. കാൾ ജങ് എന്ന് ഞാനൊക്കെ എളുപ്പത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് കാൾ ജങ് എന്ന് പറയുന്നത് കാൾ യങ് എന്നൊക്കെയാണ് പറയുക. കാൾ ജങ്, ആൽഫ്രഡ് ആഡ്ലർ, സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ സൈക്കോ അനലിറ്റിക്കൽ സ്കൂളിലുള്ളതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ നമ്മൾക്കറിയാം ഓസ്ട്രേലിയൻ അല്ല, ഓസ്ട്രിയൻ ഫിസിഷ്യനാണ് അദ്ദേഹം. ഓസ്ട്രിയൻ ഫിസിഷ്യനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, സോറി. ഓക്കെ, അപ്പം ഇതിലെന്താ നമ്മൾ പറയണത്? നമ്മൾ സൈക്കോ അനാലിസിസിൽ ബേസിക്കലി പറയുന്നത് he was interested in the existence of what he called unconscious. According to him, the unconscious contains thoughts, memories, desires that are well below the surface of conscious awareness. ഇവർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുക ആര്? നമ്മുടെ സ്ട്രക്ചറലിസ്റ്റുകളും ഫങ്ഷണലിസ്റ്റുകളും ഒക്കെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ സൈക്കോ അനാലിസിസിൽ പറയാണ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടല്ല, അൺകോൺഷ്യസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ സൈക്കോ അനലിറ്റിക്കൽ തിയറി പറയുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ, അൺകോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സ്, അത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് സൈക്കോ അനലിറ്റിക്കൽ സ്കൂൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, psychoanalytical theory attempts to explain personality, motivation, mental disorders. ഇതെല്ലാം എന്താണ്? അതിൻ്റെ അൺകോൺഷ്യസ് ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ. ഇതിൻ്റെയൊക്കെ ഈ ബിഹേവിയറിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകളാണെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സൈക്കോ അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അടുത്തത് കാൾ യങ്ങിനെ കുറിച്ച് പറയണം. കാൾ യങ്ങിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ അൺകോൺഷ്യസ്. ഓക്കെ, അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്, ഫ്രോയിഡിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്തിലാണ്? അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ
അദ്ദേഹം ഫ്രോയിഡിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്രോയിഡിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് ക്രിട്ടിസൈസ് ചെയ്തത്? ഇഡീപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇൻഫന്റൈൽ സെക്ഷുവാലിറ്റിയിൽ ആര് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഫ്രോയിഡ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിലേക്ക് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കാൾ യങ് എന്ന് പറയുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. പേഴ്സണൽ കോൺഷ്യസും ഉണ്ട്, കളക്റ്റീവ് അൺകോൺഷ്യസും ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്, കാൾ യങ് എന്ന് പറയുന്നത്. എനർജി ഡ്രോപ്പ് ആയി തോന്നുന്നു. ഓക്കെ, അടുത്തത് ആൽഫ്രഡ് ആഡ്ലർ ആണ്. ഇദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും വന്നിട്ടുള്ള. ഈ അടുത്ത് എഴുതിയൊരു PSC ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, എന്താണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് കോയിൻ ചെയ്തത് ആരാണ്, ആൽഫ്രഡ് ആഡ്ലർ ആണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബർത്ത് ഓർഡർ എങ്ങനെയാണ് മനുഷ്യന്റെ സ്റ്റൈൽ ഓഫ് ലൈഫിനെ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു തിയറിയൊക്കെ കൊണ്ടുവരുന്നത് ആൽഫ്രഡ് ആഡ്ലർ ആണ്. അപ്പൊ നമ്മൾ സൈക്കോ അനാലിസിസിൽ അൺകോൺഷ്യസ് തോട്ട്സിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ആരൊക്കെയാണ്, നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്, വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ ആ സ്കൂളിൽ. എന്നാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ അങ്ങ് കിട്ടുന്നേ ഉള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ കാൾ യങ് ഉണ്ട്. കാൾ യങ് ആരാണ്? കാൾ യങ് എന്ത് കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത്, അൺകോൺഷ്യസിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തെങ്കിലും ഏത് കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തില്ല, നമ്മൾ ഇൻഫന്റൈൽ സെക്ഷുവാലിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഇൻഫന്റൈൽ സെക്ഷുവാലിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതും പറഞ്ഞ് ഇഡീപ്പസ് കോംപ്ലക്സിനെയൊക്കെ അദ്ദേഹം എതിർക്കുക ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്, കാൾ യങ് ആണ്. അതുപോലെ ആൽഫ്രഡ് ആഡ്ലറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ്. ആ ഇൻഡിവിജ്വൽ സൈക്കോളജിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ശരി, ഓക്കെ. അപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആരെ കൊണ്ടുവന്നത്, ആൽഫ്രഡ് ആഡ്ലർ ആണ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്, കാൾ യങ് ആണ്. അപ്പൊ അത് രണ്ടുമൊന്നും പഠിച്ചു വെച്ചിരിക്കുക, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ആ പോയിന്റ്സ് ഞാൻ അവിടെ ആഡ് ചെയ്തത് കേട്ടോ. ഇനി ബിഹേവിയറിസം പറയുന്നു, 1913 ടു പ്രസന്റ് പറയാണ്, ഫൗണ്ടഡ് ബൈ ജോൺ ബി വാട്സൺ ആണ്. അതിനുശേഷം സ്കിന്നറും പാവ്ലോവൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Behaviorism is a theoretical orientation based on the premise that scientific psychology should study only observable behavior which is measurable also. Measurable ചെയ്യാവുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ് ബിഹേവിയറിലാണ് നമ്മൾ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞത് ബിഹേവിയറിസത്തിലാണ്. അപ്പം നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ ആദ്യം പറഞ്ഞു കോൺഷ്യസ്നെസ് പഠിക്കണം എന്ന് പറഞ്ഞു, കോൺഷ്യസ്നെസ്സിന്റെ സ്ട്രക്ചർ, അതിന്റെ ബേസിക് എലമെന്റ്സ് പഠിക്കണം എന്ന് പറഞ്ഞു. അടുത്ത ആൾ പറയണം കോൺഷ്യസ്നെസ്സിന്റെ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ഫംഗ്ഷനും കൂടെ പഠിക്കണം എന്ന് പറയും. അപ്പോൾ ഫംഗ്ഷൻ പഠിച്ചോട്ടെ, അപ്പോൾ ഫംഗ്ഷനലിസ്റ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വരികയാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയാണ്, നമ്മൾ എന്ത് പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ പറയുന്ന കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ബേസിക് ആയിട്ട്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ കോൺഷ്യസ്നെസ്സിനേക്കാൾ കൂടുതൽ ഒരു ബിഹേവിയറിനെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ബിഹേവിയറിന് കാരണമാകുന്നത് നമ്മളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകളാണ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ അൺകോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കാൻ പറയാണ് ആരാണ്, സൈക്കോ അനാലിസിസിൽ സിഗ്മണ്ട് ഫ്രോയിഡ്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ ബിഹേവിയറിസത്തിൽ വരുമ്പോൾ വാട്സണും സ്കിന്നറും ഒക്കെ പറയാണ്, നമ്മൾ ഈ കോൺഷ്യസ്നെസ്സും അൺകോൺഷ്യസ്നെസ്സും ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമ്മൾ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ബിഹേവിയറിസത്തിൽ. ഓക്കെ, വാട്സൺ പ്രപ്പോസ് സൈക്കോളജിസ്റ്റ് നോട്ട് ടു സ്റ്റഡി ദ കോൺഷ്യസ്നെസ് ഓൾ ടുഗദർ ആൻഡ് ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ബിഹേവിയർ. ബിഹേവിയറിനെ മാത്രം പഠിക്കേണ്ട കാര്യമുള്ളൂ, നോട്ട് ടു സ്റ്റഡി ദ കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് വാട്സൺ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കണ്ടെന്നും അതുപോലെ തന്നെ ബിഹേവിയറിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നുള്ളൊരു ചോദ്യം എഗെയിൻ കേരള PSCയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ വായിച്ചിട്ടുണ്ട്, എങ്കിലും എനിക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്തരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ദേ കുഡ് നോട്ട് സ്റ്റഡി സയന്റിഫിക്കലി ദ തോട്ട്സോ വിഷസോ ഫീലിങ്സോ അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പഠിക്കുന്ന ബിഹേവിയേഴ്സ് മാത്രമാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന അതിൻ്റെ തൊട്ട് പുറകിലുള്ള അവരുടെ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്തിൽ പറയാം, ബിഹേവിയറിസത്തിൽ പറയാം. ഓക്കെ, BF സ്കിന്നർ എന്താ പറയുന്നത്, ഹി ഡിഡ് നോട്ട് ഡിനൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഇന്റേണൽ മെന്റൽ ഇവന്റ്സ്. ഇവിടെ അത് ഡിനൈ ചെയ്തു, അത് പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. വാട്സൺ പറയുന്നത് അത് പഠിക്കേണ്ട കാര്യമില്ല, ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ടെന്നാ പറയാം. സ്കിന്നർ എന്ത് പറഞ്ഞു, ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട്, ഇന്റേണൽ മെന്റൽ ഇവന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ബിഹേവിയർ പഠിച്ചാൽ മതി.
സ്കിന്നർ എന്താ പറഞ്ഞത്? സ്കിന്നർ പറയാണ് എക്സിസ്റ്റൻസ്, ഈ മെന്റൽ ഇവന്റ്സ്, ഇന്റേണൽ മെന്റൽ ഇവന്റ്സിനൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നത്, അവിടെ ഇരുന്നോട്ടെ, അതിനെക്കുറിച്ച് പഠിക്കണ്ട. മനസ്സിലായില്ലേ? Organism tend to repeat responses that lead to positive outcome, and they tend not to repeat responses that lead to neutral or negative outcomes. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ഔട്ട്കം ആണ് നമ്മൾക്ക് കിട്ടണതെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്യും. നമുക്ക് നെഗറ്റീവ് ഔട്ട്കം ആണ് കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് സ്കിന്നർ പറയുന്ന ഒരു കാര്യം. അല്ലേ? ഇപ്പം നിങ്ങൾ പറയുകയാണ് മിസ്സേ ക്ലാസ് നല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും ക്ലാസ് ഇടും. അത് ഇപ്പോൾ ഇതിന് പുറകിൽ കുറേ എന്താ പറയുക ക്രിറ്റിസിസം വരികയാണ്, നിങ്ങൾ പൊട്ടത്തരാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ യൂട്യൂബ് ഓഫ് ആക്കിയിട്ട് ഞാനെൻ്റെ രക്ഷപ്പെട്ട് പോയിക്കളയും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിഹേവിയറിസത്തിൽ പഠിക്കുന്നത് പറയാം. പാവ്ലോവിന് നമുക്കറിയാം അല്ലേ? പാവ്ലോവ് എന്താ പറയുക, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് പറയുന്നത്. രണ്ട് സ്റ്റിമുലി തമ്മിൽ അസോസിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ചില ബിഹേവിയറുകൾ ഉണ്ടാകുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ ചില മരണ വീടുകളിലൊക്കെ പോയി ഈ ചന്ദനത്തിരിയുടെ മണം കേട്ട് നമുക്ക് എവിടെ ചന്ദനത്തിരി കേട്ട് കഴിഞ്ഞാലും, അതായത് ഈ ചന്ദനത്തിരി മരണഭയമൊന്നും കൂടെ പറയുന്നത് അങ്ങ് എന്താ പറയുക അസോസിയേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് ചന്ദനത്തിരി എവിടെ അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയം വരുന്ന ഒരു സാധനമുണ്ട്. അപ്പം അങ്ങനെ രണ്ട് സ്റ്റിമുലി തമ്മിലുള്ള അസോസിയേഷനാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കാരണം എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തത് ഹ്യൂമനിസം ആണ് നമ്മൾ പറയുന്നത്. കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും ആണ് ഇതിൻ്റെ ആൾക്കാർ. ഹ്യൂമൻസ് ആർ ഫ്രീ റാഷണൽ ബീയിങ്സ് വിത്ത് ദ പൊട്ടൻഷ്യൽ ഫോർ പേഴ്സണൽ ഗ്രോത്ത്. ദേ ആർ ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ് ഫ്രം ആനിമൽസ്. അപ്പോൾ ഇതിൽ ഹ്യൂമനിസത്തിൽ പറയുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തുടങ്ങി നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞു കോൺഷ്യസ്നെസ്സിനെ പഠിക്കണം. സ്ട്രക്ചറലിസത്തിൽ പറയുകയാണ് എലമെൻസിനെ പഠിക്കണം, ബേസിക് എലമെൻറ്റ്സ് പഠിക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം എന്ന് പറഞ്ഞു. ഫംഗ്ഷനിസത്തിൽ പറഞ്ഞപ്പോൾ ഫംഗ്ഷൻ പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറയാണ് അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ആണ് കാരണം, അതുകൊണ്ട് അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പറയണം നിങ്ങൾ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ മാത്രം പഠിച്ചാൽ മതി. ഹ്യൂമനിസ്റ്റുകൾ പറയുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്, ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട്. പേഴ്സണൽ ഗ്രോത്തിനുള്ള എബിലിറ്റി എനിക്കുണ്ട്, അവനെന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറയണം ബിഹേവിയറിസത്തിൽ നമ്മൾ പറയണം നിങ്ങളുടെ ബിഹേവിയർ ശരിയല്ല, ബിഹേവിയർ ശരിയാക്കാനുള്ള ടെക്നിക്സ് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്ന അതൊന്നും വേണ്ട. അതെങ്ങനെയാണ് മനുഷ്യന് തന്നെ അവന് പേഴ്സണൽ ഗ്രോത്തിനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് എന്ന് പറയാം, തോട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് പേരാണ് നമ്മൾ പറയാം. ആരൊക്കെയാണ്? കാൾ റോജേഴ്സ്, അദ്ദേഹത്തിൻ്റെ തിയറിയാണ് സെൽഫ് തിയറി അല്ലെങ്കിൽ ക്ലയൻറ്റ് സെൻറ്റേഡ് അപ്രോച്ച്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ ഒരു പേഴ്സണൽ ഗ്രോത്തിനുള്ള കഴിവ് അവരുടെ ഉള്ളിലുണ്ട്, അവരെന്നെ വളർന്നോളും എന്ന് പറയാം. അതിന് സെൽഫ് തിയറി പറയാം. എബ്രഹാം മാസ്ലോ പറയാണ് മോട്ടിവേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് എ പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് ഫുൾഫില്ലിങ് 5 ബേസിക് നീഡ്സ്. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നീ പറയുന്ന ബേസിക് നീഡ്സുകൾ നേടിയെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വളർന്ന അടുത്ത സ്റ്റേജിലോട്ട് പോകാമെന്നുള്ള പറയുന്ന തിയറിയാണ് എബ്രഹാം മാസ്ലോയുടെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോഗ്നിറ്റീവ് സ്കൂളും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ആരൊക്കെയാണ് കോഗ്നിറ്റീവ് സ്കൂളിൻ്റെ പ്രൊപ്പണൻസ്? പിയാഷെ, ചോംസ്കി, ഹെർബർട്ട് സിമൺ. ഓക്കെ, ഇവിടെ പറയാണ് ബിഹേവിയറിസം പറയാണ് ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കോഗ്നിറ്റീവ് സ്കൂളിലെ ആളുകൾ പറയുകയാണ് നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ ബിഹേവിയർ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ പഠിച്ചാൽ പോരാ, അങ്ങനെ ഒരു ബിഹേവിയർ വരാനായിട്ടൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു മെൻ്റൽ ഇവൻ്റ് ഉണ്ടാവും, ഒരു കോഗ്നിറ്റീവ് സംഭവം, ഒരു തോട്ട് ഉണ്ടാകും. ആ തോട്ട് വരുമ്പോഴാണ് അല്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഈ കുട്ടി എപ്പോഴും കരയുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വേദന വരുമ്പോഴാണ് കരയണത്. അപ്പോൾ ആ തോട്ടിനെ കുറിച്ചിട്ടുള്ള പഠനം ഇല്ലെങ്കിൽ ഈ ബിഹേവിയറിൻ്റെ പഠനം പൂർണ്ണമാകില്ല എന്നുള്ളൊരു സംഭവം. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ മെൻ്റൽ ഇവൻറ്റ്സ് പഠിക്കണം എന്ന് പറയുന്നതാണ് കോഗ്നിറ്റീവ് തിയറിസ്റ്റ് പറയുന്നത്. ഓക്കെ, നീഡ് ടു എക്സാമിൻ ഹൗ പീപ്പിൾ അക്വയർ, സ്റ്റോർ ആൻഡ് പ്രോസസ് ഇൻഫോർമേഷൻ എന്നുള്ളതൊക്കെ ഇതിൽ പഠിക്കണം എന്ന് പറയുന്നു കോഗ്നിറ്റീവ് സ്കൂളിൽ. അതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വരുന്ന ഒരാളാണ് ജീൻ പിയാഷെ, സ്വിസ് ബയോളജിസ്റ്റ് ആണ്. അപ്രോച്ച് ഈസ് നോൺ ആസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിന് പറയുന്ന പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത് എന്താണ്, സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് അക്വിസിഷൻ ഓഫ് നോളജ്. നോളജ് എങ്ങനെയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നതെന്ന് പറയുന്ന പഠനത്തിനെയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുക. ജനറ്റിക് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറ്റിക്കലായിട്ട് കിട്ടുന്ന അങ്ങനത്തെ അർത്ഥമല്ല, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതെങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു, നോളജ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു, അതെങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പഠനം. അത് ആരുടെയാണ്? പിയാഷയുടെ പഠനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, വൂണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. മിക്കവാറും 1-2
ഇന്ന് ഞാൻ നോക്കി, അതായത് ICD സൂപ്പർവൈസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് ഞാൻ CDPയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തത് 196/2020. ICD സൂപ്പർവൈസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ സാധനം ചോദിച്ചിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഇനി അവർ ചോദിക്കത്തില്ലായിരിക്കും. In which year first laboratory of psychology established in Germany by William Wundt? അപ്പോൾ വില്യം വൂണ്ട് ആണ്. രണ്ട് രീതിയിൽ നമ്മളോട് ചോദിക്കാം, രണ്ടല്ല 3 രീതിയിൽ ചോദിക്കാം. ഫസ്റ്റ് ലബോറട്ടറി ഓഫ് സൈക്കോളജി ആരാണ് കൊണ്ടുവന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കാം. വില്യം വൂണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആളാ, സ്ട്രക്ചറൽസ് ആയിട്ട് ബന്ധപ്പെട്ട ആളാ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ലൈബ്രറി, ഫസ്റ്റ് ലബോറട്ടറി ഓഫ് സൈക്കോളജി കൊണ്ടുവരുന്നത് ആരാണ്, വില്യം വൂണ്ടാണ്. ഏത് രാജ്യത്താണ്, ജർമ്മനി. വില്യം വൂണ്ട്. വർഷം ഏതാണ്, 1879. ഉത്തരം ഏതാ, ബി ആണ് കേട്ടോ ഉത്തരം, 1879. അപ്പോൾ വില്യം വൂണ്ടായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുക്കാൻ 2 പോയിന്റ് കൊടുക്കുകയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഫോർമൽ ലബോറട്ടറി ഓഫ് റിസർച്ച് ഇൻ സൈക്കോളജി അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലെയ്പ്സിഗ് എന്നാണ്, ലെയ്പ്സിഗ് എന്നാണ് തോന്നുന്നു കേട്ടോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഞാൻ അങ്ങനെ പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെ എൻ്റെ രീതിയിൽ അങ്ങ് പഠിക്കുന്നത്. അപ്പോൾ ലെയ്പ്സിഗ്, അത് രാജ്യം ഏതാണ്, ജർമ്മനിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യം പഠിച്ചു, വില്യം വൂണ്ടാണ് ഫസ്റ്റ് ലബോറട്ടറി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു, 1879 പറഞ്ഞു. ജർമ്മനിയിലാണ് ഈ ലബോറട്ടറി വന്നതെന്ന് പറഞ്ഞു. അത് കൂടാതെ യൂണിവേഴ്സിറ്റിയുടെ പേര് എന്താണ്, ലെയ്പ്സിഗ് എന്ന് പറയുന്ന ലൈബ്രറി അല്ല, യൂണിവേഴ്സിറ്റിയിലാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ലബോറട്ടറി ആണ് പറഞ്ഞത് 1879, വില്യം വൂണ്ട്, ജർമ്മനി, ലെയ്പ്സിഗ്. 1890 വില്യം വൂണ്ട്, ലെയ്പ്സിഗ്, ജർമ്മനി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ആദ്യത്തെ ഫസ്റ്റ് ജേണൽ സൈക്കോളജിയുടെ റിസർച്ച് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ജേണൽ കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ്, ഫസ്റ്റ് ജേണൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഫസ്റ്റ് ലബോറട്ടറി കൊണ്ടുവന്നത് അദ്ദേഹമാണ്, ഫസ്റ്റ് ജേണൽ കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ്. ആൻഡ് ഹീ ഈസ് വൈഡ്ലി നോൺ ആസ്, ഇതൊക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഹീ ഈസ് വൈഡ്ലി നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത്. അവിടെ ഒരു വാതിലുണ്ട്, ആ വാതിൽ നോക്കി ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം വീഡിയോയിൽ എങ്ങനെ വരുന്നത് എനിക്കറിയില്ല കേട്ടോ, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ടിഷ്ണർ എന്തുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, ഇത് ICD സൂപ്പർവൈസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടിഷ്ണർ വാസ് അസോസിയേറ്റഡ് വിത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, സ്ട്രക്ചറലിസം. ഞാനൊന്ന് ആടിപ്പോയിട്ടോ, സ്ട്രക്ചറലിസ് ആണോ ഫങ്ഷണലിസ് ആണോ, ഞാൻ തന്നെ ഒന്ന് ആടിപ്പോയി. സ്ട്രക്ചറലിസ് ആണ് കേട്ടോ. ഇത്രയും നേരം ക്ലാസ് എടുത്തിട്ടേ ലാസ്റ്റായപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം, ടിഷ്ണർ ആരാണെന്നൊക്കെ. ടിഷ്ണർ ആരാ, സ്ട്രക്ചറലിസം ആണ്. വൂണ്ട് ടിഷ്ണറാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ആൾക്കാർ. വൂണ്ടാണ് സ്ട്രക്ചറലിസം തുടങ്ങി വെച്ചത് പുള്ളിയാണ്. പക്ഷെ പുള്ളി എന്ത് ചെയ്തിട്ടില്ല, ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആരാണ് കോയിൻ ചെയ്തത്, ആരാ വാക്കും കൊണ്ട് വന്ന ആളാണ് ടിഷ്ണറാണ് കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പം ഇത്ര ബേസിക് ആയിട്ട്, അപ്പം ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് കൊച്ചു കാര്യങ്ങളൊക്കെ പഠിച്ച് ചെറുതായിട്ട് അങ്ങനെ പഠിച്ച് അങ്ങ് പോകാം കേട്ടോ. അപ്പോൾ ഇതൊരു 26 മിനിറ്റുള്ള വീഡിയോ ആണ്. ഇപ്പോൾ 27 ആകും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യേണ്ടത്, ലൈക്ക് ബട്ടൺ, നോട്ടിഫിക്കേഷൻ്റെ സംഭവം ഇതൊക്കെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ശരി, വീണ്ടും കാണാം അടുത്ത ദിവസം. 2 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത ടോപ്പിക്കായിട്ട്. ഓക്കെ, ബൈ.